ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ MG രാജനാസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മലാക്കി പ്രവാചക പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു, അവന് നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്തു. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ കേൾവിക്കാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ വായിച്ച ഈ വേദഭാഗത്ത് ദൈവം നമ്മോട് കൃപ ചെയ്യുവാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആകയാൽ ദൈവം എന്നാണ് അവിടെ പറയുന്നത്. ആകയാൽ എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായി എന്നുള്ളതുകൊണ്ടാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയായിരുന്നു. ദൈവം ഇസ്രായേൽ ജനത്തോട് അവിടുത്തെ പുരോഹിതന്മാരോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിലെ ആദ്യ ചോദ്യമാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. അപ്പോൾ അവിടെ വെറുതെ യാഗപീഠത്തിന്മേൽ തീ കത്തിക്കുന്ന ആളുകൾ, മലിനഭോജനം അർപ്പിക്കുന്നവർ, കണ്ണ് പൊട്ടിപ്പോയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നവർ, മുടന്തും ദോഷവുമുള്ളതിനെ അർപ്പിക്കുന്ന ആളുകൾ, എന്നിട്ട് അത് സംബന്ധിച്ച് യാതൊരു കുറ്റബോധവും യാതൊരു പാപബോധവും ഇല്ലാതിരിക്കുന്ന ആ ജനത്തോട് ദൈവം പറയുകയാണ്, ആകയാൽ ദൈവം നമ്മോട് കൃപ ചെയ്യുവാൻ, കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവിൻ. ദൈവം നമ്മോട് കൃപ കാണിക്കണം, അതിന് നാം അവനെ പ്രസാദിപ്പിക്കണം എന്നാണ് ഇവിടെ മലാഖിയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. ദൈവം പ്രസാദിക്കുന്ന ആരാധന അർപ്പിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനവധി ആളുകളും അവർക്കിഷ്ടപ്പെട്ട ആരാധന അർപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല. അപ്പോൾ ദൈവം പ്രസാദിക്കാത്ത ഒരു ആരാധന നാം അർപ്പിച്ചിട്ട് നമുക്കെന്ത് നേട്ടമാണ് ഉണ്ടായത്? അതുകൊണ്ട് നമുക്കെന്ത് സന്തോഷമാണ് ലഭിച്ചത്? അല്ലെങ്കിൽ എന്ത് നന്മയാണ് ലഭിച്ചത്? അപ്പോൾ ഒരു നന്മയും ഒരു അനുഗ്രഹവും ഒരു സന്തോഷവും നമുക്ക് ലഭിക്കാത്ത, ഒപ്പം ദൈവത്തിനും പ്രസാദം അഥവാ സന്തോഷം തോന്നാത്ത ഒരു ആരാധന നാം ദൈവത്തിന് അർപ്പിക്കുമ്പോൾ അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടം, ആർക്ക് എന്ത് നന്മ? നാം അത് വളരെ ചിന്തിക്കണം. ഇവിടെ ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, ദൈവത്തെ നാം പ്രസാദിപ്പിക്കണം. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവം പ്രസാദിപ്പിക്കുന്ന ആരാധന വേണം നാം ദൈവത്തിന് അർപ്പിക്കാൻ. നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നാം ചെയ്യുന്ന കാര്യം മുഖാന്തരം ദൈവം പ്രസാദിക്കുന്നുണ്ടോ? അതാണ് നാം തിരക്കേണ്ടത്, അതാണ് നാം
ചെയ്യേണ്ടുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തിയിലേക്ക് അവിടെ നടന്ന ഒന്നാമത്തെ ആരാധന, അതിൻ്റെ 4-ാം വാക്യത്തിൽ യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. അപ്പോൾ ആദ്യം അർപ്പിച്ച ആരാധനയിൽ ദൈവം പ്രസാദിച്ചു. ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. എന്നിട്ട് 5-ാം വാക്യം, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കുമ്പോൾ മറ്റൊരാളിൻ്റേതിൽ പ്രസാദിക്കുന്നില്ല. കേവലം അർപ്പിച്ച ആ വസ്തുവിൽ പ്രസാദിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നെയോ ആദ്യം പറയുന്നത് ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചുവെന്ന്. അപ്പോൾ കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അർപ്പിച്ച വ്യക്തിയെയാണ് ആദ്യം സൂചിപ്പിക്കുന്നത്, പിന്നെയാണ് എന്തർപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ ഒരാൾ ദൈവത്തിന് പ്രസാദമുള്ള വ്യക്തിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആരാധനയിലും ദൈവം പ്രസാദിച്ചു. മറ്റൊരാൾ ദൈവത്തിന് പ്രസാദമില്ലാത്ത വ്യക്തിയായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം അർപ്പിച്ച ആരാധനയിലും ദൈവത്തിന് പ്രസാദം തോന്നിയില്ല. അപ്പോൾ ആരർപ്പിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി ചിന്തിക്കണം. 2, എന്തർപ്പിക്കുന്നു എന്നുള്ളതും നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല എന്ന് വരാൻ കാരണം? ആ വാക്യത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കയീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. അപ്പോൾ കയീന് ഏറ്റവും കോപം, പിന്നെയോ അവൻ്റെ മുഖം വാടി. അപ്പോൾ കയീൻ എന്തെങ്കിലും കൊണ്ടുവന്നങ്ങ് അർപ്പിക്കുകയായിരുന്നു. കയീൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല, ഞാൻ അർപ്പിക്കുന്ന ഈ സാധന പാടവങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളതാണോ ഇല്ലയോ. 2, ദൈവസന്നിധിയിൽ ഞാൻ അർപ്പിക്കുമ്പോൾ എൻ്റെ മനോഭാവം, ഞാൻ ആർക്ക് ഇത് അർപ്പിക്കുന്നു, ഈ അർപ്പിക്കുന്ന ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണ് എന്നുള്ളൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ വന്നില്ല. അതുകൊണ്ട് അവൻ്റെ സ്വഭാവത്തെ ആ ഭാഗത്ത് തന്നെ, വാക്യത്തിൽ തന്നെ ഏറ്റവും വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഉടനെ തന്നെ എന്ത് സംഭവിച്ചു? അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സ്വഭാവം, അവൻ്റെ ഉള്ളിൽ മറഞ്ഞിരുന്നത് അവിടെ വെളിപ്പെടുക. എന്താണ്? കയീന് ഏറ്റവും കോപമുണ്ടായി. 1, അവൻ കോപിക്കുകയാണ്. 2, അവൻ്റെ മുഖം വാടി എന്ന് പറഞ്ഞാൽ ദൈവം എന്നിൽ പ്രസാദിച്ചില്ല, പക്ഷേ എൻ്റെ സഹോദരനിൽ പ്രസാദിച്ചു. ആ കാര്യം ഓർത്തപ്പോൾ അവൻ്റെ മുഖം വാടുകയാണ്. നോക്കണേ, പെട്ടെന്ന് കയീനിൽ വന്ന മാറ്റത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ആ വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുക. ദൈവം പ്രസാദിക്കാതെ വന്നതിൻ്റെ കാരണം കയീൻ്റെ സ്വഭാവം ശരിയല്ലായിരുന്നു എന്നുള്ളതാണ്. അതാർക്കറിയാം? സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അപ്പോൾ സ്വർഗത്തിലെ ദൈവം അത് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടാണ് അവൻ്റെ വഴിപാടിൽ പ്രസാദിക്കാതിരുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ദൈവത്തെ ആരാധിക്കുന്നവരാണ്. എല്ലാ ഞായറാഴ്ചകളിലും ഒരുക്കത്തോടെ ദൈവസഭകളിൽ കടന്നുപോയി ദൈവത്തെ ആരാധിക്കും. ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകൾ എല്ലാ ദിവസവും എല്ലാ സമയങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. നാം കർത്താവിനെ കേവലം ഞായറാഴ്ച മാത്രമല്ല ആരാധിക്കേണ്ടുന്നത്, പിന്നെയോ നാം ദൈവത്തെ എപ്പോഴും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യണം. സൺഡേയിൽ വിശ്വാസികളെല്ലാവരും ചേർന്ന് വന്ന് ദൈവവചനപ്രകാരം കർത്താവിൻ്റെ മേശ വെച്ച് കർത്താവിനെ ആരാധിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ
വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നതുകൊണ്ട്, പറഞ്ഞു തരുന്നതുകൊണ്ട്, ദൈവത്തിൻ്റെ മാറ്റിക്കൂടാത്ത നിയമമായിരിക്കൊണ്ടും നാം അത് എല്ലാ ഞായറാഴ്ചകളിലും കൃത്യമായി ചെയ്യുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ കേവലം ഞായറാഴ്ച മാത്രം ആരാധിപ്പാനല്ല ദൈവം നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സ്വർഗത്തിൽ നാം എത്തുമ്പോൾ നിരന്തരം എപ്പോഴും എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഭൂമിയിലും നാം ദൈവത്തെ എപ്പോഴും ആരാധിക്കാം, എപ്പോഴും സ്തുതിക്കാം, എപ്പോഴും മഹത്വപ്പെടുത്താം. അതിന് പ്രത്യേകിച്ച് സമയം, പ്രത്യേകിച്ച് കാലം, പ്രത്യേകമായ ഏതെങ്കിലും ഒരു ക്രമീകരണത്തിൽ മാത്രമേ, അങ്ങനെയൊന്നും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ആരാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ആരാധിക്കുന്ന ആ വ്യക്തിയുടെ മനോഭാവം, അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ ജീവിതം, അത് ദൈവം കാണുന്നു എന്നുള്ളതാണ്. ദൈവമുമ്പാകെ നാം എല്ലാവരും ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ വിശുദ്ധവും നീതിയും പവിത്രവും ആയിരിക്കണം, ശുദ്ധമായിരിക്കണം. നല്ല ഹൃദയത്തോടെ വേണം നാം ദൈവത്തെ ആരാധിക്കാൻ. അങ്ങനെ നല്ല ഹൃദയത്തോടെ, ശുദ്ധമനസാക്ഷിയോടെ, വിശുദ്ധിയോടെ, ഒരുക്കത്തോടെ, സമർപ്പണത്തോടെ, തയ്യാറെടുപ്പോടുകൂടെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ആരാധനയാണ് ഊനമില്ലാത്ത ആരാധന. ആ ആരാധനയാണ് ദൈവം പ്രസാദിക്കുന്ന ആരാധന. ആ ആരാധനയാണ് ദൈവം സ്വീകരിക്കുകയും ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ആരാധന. ഇവിടെ ഇങ്ങനെ വായിക്കുകയാണ്, ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവിൻ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. അങ്ങനെ ദൈവപ്രസാദമുള്ള ആരാധന അർപ്പിച്ച് വരുന്ന ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ വളരെ സന്തോഷത്തോടെ ജീവിപ്പാൻ, നാം ആരാധന അർപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഒരു സന്തോഷം ഉണ്ടാവും. എൻ്റെ ആരാധനയിൽ ദൈവത്തിന് പ്രസാദം ലഭിച്ചു. അത് ആരാധന അർപ്പിച്ചു കഴിയുമ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷം അനുഭവിച്ച് വരുന്ന ദിവസങ്ങളിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.